നയൻത്ത് സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് SCERTയിലെ 7th ചാപ്റ്ററായിട്ടുള്ള മണലാരണ്യത്തിലൂടെ എന്ന ചാപ്റ്ററാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ചാപ്റ്ററാണിത്, ഒരുപാട് കണ്ടൻ്റ് ഉള്ളൊരു ചാപ്റ്ററാണിത്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. മണലാരണ്യത്തിലൂടെ. അന്തരീക്ഷമാകെ ചുവന്ന് കലങ്ങിയിരുന്നു. ഇത്തിരി പോലും ദൂരേക്ക് ഒന്നും കാണാനില്ല. എങ്ങും മൂടൽ മണ്ണ് മാത്രം. ഞങ്ങൾ ഏതാണ്ട് അരക്കു താഴെ മണ്ണിൽ പോയിരുന്നു. അതിലുപരി എന്നെ അതിശയിപ്പിച്ച സംഗതി, നേരെ കൺമുന്നിലുണ്ടായിരുന്ന ഒരു മണ്ണുമല അവിടെ കാണാനേ ഇല്ല. പകരം ഞങ്ങൾ ഓടിയ ഇടത്ത് ഒരു വലിയ മണൽമല രൂപം കൊണ്ടിരിക്കുന്നു. നമ്മുടെ മുന്നിൽ ഒരു വലിയ ഭൂപടം മാറ്റി വരച്ചതുപോലെ. ഈ ഒരു കോട്ടിങ് ആടുജീവിതം എന്ന ബുക്കിലെ ബെന്യാമിന് എഴുതിയിട്ടുള്ള ഒരു ഭാഗമാണ്. പ്രശസ്ത സാഹിത്യകാരൻ ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന നോവലിലെ ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചത്. തൊഴിൽ തേടി മധ്യേഷ്യയിലെത്തുകയും പിന്നീട് ഒരു മരുഭൂമിയിൽ അകപ്പെട്ട് ദീർഘനാൾ അവിടെ താമസിക്കാൻ നിർബന്ധിതനാവുകയും ചെയ്ത ഒരു യുവാവിൻ്റെ ജീവിതമാണ് നോവലിൻ്റെ ഇതിവൃത്തം. വരണ്ടതും വിരളമായി മാത്രം സസ്യജാലങ്ങൾ വളരുന്നതും അതിവിശാലവുമായ ഇത്തരം മണലാരണ്യങ്ങൾ നമ്മൾ ചിത്രങ്ങളിലും വീഡിയോകളിലും കണ്ടിട്ടുണ്ട്. വേറിട്ട ഒരു ആവാസ വ്യവസ്ഥ പ്രദാനം ചെയ്യുന്ന ഇത്തരം തരിശുനിലങ്ങൾ നാം താമസിക്കുന്ന ചുറ്റുപാടുകളിൽ നിന്ന് ഏറെ വ്യത്യസ്തമാണ്. മരുഭൂമികളെ വേറിട്ട് നിർത്തുന്ന സവിശേഷത എന്ന് പറയുന്നത് അവിടെ വരണ്ട കാലാവസ്ഥയാണ് ഉണ്ടായിരിക്കുക. പിന്നെ കള്ളിമുൾച്ചെടികൾ, ഒട്ടകങ്ങൾ ഒക്കെ നമുക്ക് മരുഭൂമിയിൽ കാണാൻ കഴിയും. ഇനി എന്താണ് മരുഭൂമികൾ? 25 സെൻറ്റിമീറ്ററിൽ താഴെ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളെയാണ് പൊതുവെ മരുഭൂമികൾ എന്ന് വിളിക്കുന്നത്. 25 സെൻറ്റിമീറ്ററിൽ താഴെയാണ് മരുഭൂമികളിൽ വാർഷിക മഴ ലഭിക്കുന്നത്. 2 പിക്ചർ തന്നിട്ടുണ്ട്. ശീത മരുഭൂമി, അതുപോലെ ഉഷ്ണ മരുഭൂമി. മരുഭൂമികൾ പൊതുവെ 2 തരമുണ്ട്: ശീത മരുഭൂമി, ഉഷ്ണ മരുഭൂമി. ധ്രുവപ്രദേശങ്ങളിലും മിതശീതോഷ്ണ പ്രദേശങ്ങളിലെ പർവ്വതങ്ങളിലും ഉയർന്ന പീഠഭൂമികളിലും വർഷം മുഴുവൻ മഞ്ഞു മൂടിക്കിടക്കുന്ന തണുപ്പനുഭവപ്പെടുന്ന പ്രദേശങ്ങളാണ് ശീതമരുഭൂമികൾ. അപ്പോൾ ശീതമരുഭൂമികൾ എന്ന് പറയുന്നത് ധ്രുവപ്രദേശങ്ങളിലും മിതശീതോഷ്ണ പ്രദേശങ്ങളിലെ പർവ്വതങ്ങളിലും ഉയർന്ന പീഠഭൂമികളിലെ വർഷം മുഴുവൻ മഞ്ഞു മൂടിക്കിടക്കുന്ന കൊടും തണുപ്പനുഭവപ്പെടുന്ന പ്രദേശങ്ങളാണ് ശീതമരുഭൂമികൾ. ഇനി ഉഷ്ണമരുഭൂമികൾ എന്താണെന്ന് നോക്കാം. പൊതുവെ 15 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ വൻകരകളുടെ പടിഞ്ഞാറ് ഭാഗത്തായി കാണപ്പെടുന്ന വരണ്ടതും വളരെ ഉയർന്ന പകൽ താപനില അനുഭവപ്പെടുന്നതുമായ പ്രദേശങ്ങളാണ് ഉഷ്ണമരുഭൂമികൾ. ഇവിടെ രാത്രി താപം വളരെ കുറവായിരിക്കും. 15 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ വൻകരകളുടെ പടിഞ്ഞാറ് ഭാഗത്ത് കാണപ്പെടുന്ന വരണ്ടതും വളരെ ഉയർന്ന പകൽ താപനില അനുഭവപ്പെടുന്നതുമായ പ്രദേശങ്ങളാണ് ഉഷ്ണമരുഭൂമികൾ. മരുഭൂമിക്ക് ഇംഗ്ലീഷിൽ ഡെസേർട്ട് എന്ന പേരുണ്ടായത് ഡെസർട്ടം എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ്. ഉപേക്ഷിക്കപ്പെട്ട സ്ഥലം എന്നാണ് ഇതിന് അർത്ഥം. മരുഭൂമികളെക്കുറിച്ചുള്ള പഠനമാണ് എറമോളജി എന്നറിയപ്പെടുന്നത്. ഉഷ്ണമരുഭൂമികളിൽ ദൈനിക താപാന്തരം വളരെ കൂടുതലാണ്. ഇനി ഇന്ത്യയിലും വിശാലമായ ഒരു ഉഷ്ണമരുഭൂമിയുണ്ട്. ഗ്രേറ്റ് ഇന്ത്യൻ മരുഭൂമി അഥവാ താർ മരുഭൂമി എന്നറിയപ്പെടുന്ന ഈ ഉഷ്ണമരുഭൂമിയുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ താർ മരുഭൂമിയെക്കുറിച്ച് കൊടുത്തിട്ടുണ്ട്. താർ മരുഭൂമിയുടെ അതിരുകളാണ് കൊടുത്തിട്ടുള്ളത്. താർ മരുഭൂമിയുടെ തെക്കാണ് റാൻ ഓഫ് കച്ച്, തെക്ക് റാൻ ഓഫ് കച്ച്, വടക്ക് സത്ലജ് നദീതടം, വടക്ക് പടിഞ്ഞാറായിട്ട് സത്ലജ് നദീതടം, കിഴക്ക് ആരവല്ലി. താർ മരുഭൂമിയുടെ കിഴക്ക് ആരവല്ലി, താർ മരുഭൂമിയുടെ പടിഞ്ഞാറ് സിന്ധു നദീതടം.
ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന വിശാലമായ ഭൂപ്രദേശമാണ് താർ മരുഭൂമി. 2,00,000-ൽ പരം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ മരുഭൂമിയുടെ ഏകദേശം 1.75 ചതുരശ്ര കിലോമീറ്ററും ഇന്ത്യയിലാണ്. താർ മരുഭൂമിയുടെ വിസ്തൃതി എന്ന് പറയുന്നത് 2,00,000-ൽ പരം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ളതാണ് താർ മരുഭൂമി. ഇതിൻ്റെ 1.75 ലക്ഷം ചതുരശ്ര കിലോമീറ്ററും ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ താർ മരുഭൂമിയുടെ 2/3 ഭാഗവും രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബാക്കി ഭാഗം ഹരിയാന, പഞ്ചാബ്, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു. പാകിസ്ഥാനിലെ സിന്ധ്, പഞ്ചാബ് പ്രവിശ്യകളിൽ താർ മരുഭൂമിയുടെ തുടർച്ച കാണാം. ഇനി രാജസ്ഥാൻ്റെ പടിഞ്ഞാറൻ മേഖലയിൽ മഴ തീരെ കുറവാണ്. ഇന്ത്യയിൽ മുഖ്യമായും മഴ കൊണ്ടുവരുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളാണ്. പടിഞ്ഞാറൻ സമതലത്തിലൂടെ ഗുജറാത്തിൽ പ്രവേശിക്കുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളുടെ അറബിക്കടൽ ശാഖ ആരവല്ലി പർവ്വതനിരകൾക്ക് സമാന്തരമായി കടന്നുപോകുന്നതിനാൽ രാജസ്ഥാൻ്റെ ഉൾപ്രദേശങ്ങളിൽ പ്രവേശിക്കുന്നില്ല. അതിനാൽ ഈ മഴക്കാറ്റുകളിൽ നിന്ന് ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ മേഖലയിൽ, പ്രത്യേകിച്ച് രാജസ്ഥാൻ്റെ പടിഞ്ഞാറൻ മേഖലയിൽ മഴ ലഭിക്കാനുള്ള സാധ്യത കുറവാണ്. തെക്കു പടിഞ്ഞാറൻ മൺസൂണിൽ നിന്ന് രാജസ്ഥാൻ്റെ പടിഞ്ഞാറൻ മേഖലയിൽ മഴ ലഭിക്കാനുള്ള സാധ്യത കുറവാണ്. ഇനി തെക്കു പടിഞ്ഞാറൻ മൺസൂണിൻ്റെ ബംഗാൾ ഉൾക്കടൽ ശാഖയുടെ സഞ്ചാരഗതിയാണ് നോക്കുന്നത്. ഹിമാലയ പർവ്വതത്തിന് സമാന്തരമായി കിഴക്കുനിന്നും പടിഞ്ഞാറോട്ട് സഞ്ചരിക്കുന്ന ഈ കാറ്റിനെ ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് ആരവല്ലി പർവ്വതനിരകൾ തടഞ്ഞു നിർത്തുന്നു. അതിനാൽ ബംഗാൾ ഉൾക്കടൽ ശാഖയിൽ നിന്നും താർ മരുഭൂമി ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ നിന്ന് മഴ ലഭിക്കുന്നില്ല. അപ്പോൾ ബംഗാൾ ഉൾക്കടൽ ശാഖനെ ആരവല്ലി പർവ്വതനിരകൾ തടഞ്ഞു നിർത്തുന്നതിനാൽ ആ സമയത്തും രാജസ്ഥാൻ ഉൾപ്പെടുന്ന ഭാഗങ്ങളിൽ മഴ ലഭിക്കുന്നില്ല. അതുപോലെ ഈ പ്രദേശങ്ങളിലെ ഉയർന്ന ബാഷ്പീകരണത്തോതും വരണ്ട കാറ്റും മഴ പെയ്യാനുള്ള സാധ്യത കുറക്കുന്നു. ദശലക്ഷക്കണക്കിന് വർഷങ്ങളോളം ഇതേ അന്തരീക്ഷസ്ഥിതി തുടരുന്ന ഏതൊരു ഭൂപ്രദേശവും ഒരു ഉഷ്ണമണലാരണ്യമായി മാറും എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. ഇനി ഗ്രാനൈറ്റ്, നൈസ്, ഷിസ്റ്റ് ഇവ എന്താ നോക്കാം. ഗ്രാനൈറ്റ് ഭൗമോപരിതലത്തിലെത്തുന്നതിന് മുമ്പ് മാഗ്മ ഭൗമാന്തർഭാഗത്ത് വച്ച് തണുത്തുറഞ്ഞ് രൂപം കൊള്ളുന്ന പരൽ രൂപശിലകളാണ് ഗ്രാനൈറ്റ് ശിലകൾ. ഗ്രാനൈറ്റ് ശിലകൾ എന്ന് പറഞ്ഞാൽ മാഗ്മ ഭൗമാന്തർഭാഗത്ത് വച്ച് തണുത്തുറഞ്ഞ് രൂപം കൊള്ളുന്ന പരൽ രൂപശിലകളാണ് ഗ്രാനൈറ്റ് ശില. നൈസ്, ഗ്രാനൈറ്റ് ശിലകൾ ഉയർന്ന താപമർദ്ദ മാറ്റങ്ങൾക്ക് വിധേയമാകുമ്പോൾ രൂപം കൊള്ളുന്നതാണ് നൈസ്. ഇനി ഷിസ്റ്റ്, മുഖ്യമായും അവസാദ ശിലകൾക്ക് കായാന്തരീകരണം, ഉയർന്ന താപമർദ്ദ മാറ്റങ്ങൾ സംഭവിച്ച് രൂപം കൊള്ളുന്നതാണ് ഷിസ്റ്റ്. അവസാദ ശിലകൾക്ക് കായാന്തരീകരണം സംഭവിച്ചിട്ടാണ് ഷിസ്റ്റ് വരുന്നത്. താർ മരുഭൂമിക്ക് 2 പ്രധാന വിഭാഗങ്ങളുണ്ട്. അവയാണ് മരുസ്ഥലി, അതുപോലെ രാജസ്ഥാൻ ബാഗർ. ഇനി മരുസ്ഥലി, വരണ്ട സമതലം അഥവാ യഥാർത്ഥ മരുഭൂമി മേഖലയാണ് മരുസ്ഥലി. എന്നാൽ രാജസ്ഥാൻ ബാഗർ എന്നത് അർദ്ധ മരുഭൂമി മേഖല അഥവാ അർദ്ധ വരണ്ട സമതലം എന്നും അറിയപ്പെടുന്നു. ഇനി മരുസ്ഥലിനെ കുറിച്ചിട്ടുള്ള ചെറിയൊരു ഡിസ്ക്രിപ്ഷനാണ്. മരുസ്ഥലി ഗ്രാനൈറ്റ്, നൈസ്, ഷിസ്റ്റ് തുടങ്ങിയവയാൽ നിർമ്മിതമായ തടശിലകൾ അങ്ങിങ്ങായി ഉയർന്നു നിൽക്കുന്ന അതിവിശാലമായ മണൽ പരപ്പുകളാണ് മരുസ്ഥലി. ഗ്രാനൈറ്റ്, നൈസ്, ഷിസ്റ്റ് തുടങ്ങിയവയാൽ നിർമ്മിതമായ തടശിലകൾ അങ്ങിങ്ങായി ഉയർന്നു നിൽക്കുന്ന അതിവിശാലമായ മണൽപ്പരപ്പുകളാണ് മരുസ്ഥലി. ഇവിടുത്തെ അടിസ്ഥാന ശിലകൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറൻ തുടർച്ചയായി കണക്കാക്കുന്നു.
ഈ പ്രദേശത്തിൻ്റെ ശരാശരി ഉയരം സമുദ്രനിരപ്പിൽ നിന്ന് 200-250 മീറ്റർ വരെയാണ്. മരുസ്ഥലി എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് 200-250 മീറ്റർ വരെയാണ്. പൊതുവെ മരുസ്ഥലിയുടെ കിഴക്കുഭാഗം പാറക്കെട്ടുകൾ നിറഞ്ഞതാണ്. എന്നാൽ നിരന്തരം സ്ഥാനമാറ്റം സംഭവിക്കുന്ന മണൽക്കൂനകൾ പടിഞ്ഞാറുഭാഗത്തെ സവിശേഷതയാണ്. ഇത്തരം മണൽക്കൂനകൾ പ്രാദേശികമായി ദ്രിയാൻ എന്നറിയപ്പെടുന്നു. എന്താണ് ദ്രിയാൻ? മരുസ്ഥലിയുടെ കിഴക്കുഭാഗം പാറക്കെട്ടുകൾ നിറഞ്ഞതാണ്. നിരന്തരം സ്ഥാനമാറ്റം സംഭവിക്കുന്ന മണൽക്കൂനകൾ പടിഞ്ഞാറുഭാഗത്തെ സവിശേഷതയാണ്. ഇങ്ങനെ സ്ഥാനമാറ്റം സംഭവിക്കുന്ന മണൽക്കൂനകൾ പ്രാദേശികമായി അറിയപ്പെടുന്ന പേരാണ് ദ്രിയാൻ. അപ്പോൾ ദ്രിയാൻ വരുന്നത് മരുസ്ഥലിയിലാണ്. ഇനി രാജസ്ഥാൻ ബാഗർ. ആരവല്ലി പർവ്വതനിര വരെ വ്യാപിച്ചിരിക്കുന്ന താർ മരുഭൂമിയുടെ കിഴക്കൻ ഭാഗം ഒരു അർദ്ധ വരണ്ട സമതലമാണ്. ഈ പ്രദേശമാണ് രാജസ്ഥാൻ ബാഗർ. ഹ്രസ്വകാല നീരൊഴുക്കുള്ള നിരവധി അരുവികൾ ആരവല്ലി പർവ്വതനിരയിൽ നിന്ന് ഉത്ഭവിച്ച് ഈ പ്രദേശങ്ങളിലൂടെ ഒഴുകുന്നു. ഇത് രോഹി എന്നറിയപ്പെടുന്നു. രോഹി ഇവിടുത്തെ ഫലഭൂയിഷ്ഠമായ നിരത്തുകളിൽ കൃഷി സാധ്യമാക്കുന്നു. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മേഖലയിലേക്ക് ഒഴുകുന്ന ഇവിടുത്തെ പ്രധാന നദിയായ ലൂണി കാലികമായി മാത്രം നീരൊഴുക്കുള്ള നദിയാണ്. ലൂണി നദിയുടെ വടക്കുള്ള മണൽപ്പരപ്പ് താലി എന്നറിയപ്പെടുന്നു. അപ്പോൾ രാജസ്ഥാൻ ബാഗറിൽ വരുന്ന പോയിന്റ്, ഹ്രസ്വകാല നീരൊഴുക്കുള്ള നിരവധി അരുവികൾ ആരവല്ലി പർവ്വതനിരയിൽ നിന്ന് ഉത്ഭവിച്ച് ഈ ഭാഗത്തിലൂടെ ഒഴുകുന്നു. ഇവയാണ് രോഹി. ഫലഭൂയിഷ്ഠമായ നിരത്തുകളിൽ ഈ രോഹി കൃഷി സാധ്യമാക്കുന്നു. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മേഖലയിലേക്ക് ഒഴുകുന്ന ഇവിടുത്തെ പ്രധാന നദിയായ ലൂണി കാലികമായി മാത്രം നീരൊഴുക്കുള്ള നദിയാണ്. ലൂണി നദിയുടെ വടക്ക് മണൽപ്പരപ്പാണ് താലി എന്നറിയപ്പെടുന്നത്. ഇനി നോക്കാനുള്ള പോയിന്റ് ലൂണി നദി. അജ്മീറിനടുത്ത് ആരവല്ലി പർവ്വതനിരയിൽ നിന്നാണ് ലൂണി നദി ഉത്ഭവിക്കുന്നത്. അജ്മീറിനടുത്തെ ആരവല്ലി പർവ്വതനിരയിൽ നിന്ന്. മഴക്കാലത്ത് മാത്രമേ ഈ നദിയിൽ നീരൊഴുക്ക് ഉണ്ടാവാറുള്ളൂ. ലിൽറി, സുക്രി, ജവായ് തുടങ്ങിയവയാണ് പ്രധാന പോഷക നദികൾ. ലൂണിയുടെ പോഷക നദികളാണ് ലിൽറി, സുക്രി, ജവായ്. ഉപ്പുനദി എന്നർത്ഥമുള്ള ലവണവാരി എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ഈ നദിക്ക് ലൂണി എന്ന പേര് ലഭിച്ചത്. ഏകദേശം 482 കിലോമീറ്റർ ദൂരം പിന്നിട്ട് ഈ നദി റാൻ ഓഫ് കച്ചിൽ എത്തുന്നു. രാജസ്ഥാൻ ബാഗർ പ്രദേശത്ത് ധാരാളം ഉപ്പ് തടാകങ്ങളുണ്ട്. രാജസ്ഥാനിലെ പ്രധാനപ്പെട്ട ഉപ്പ് തടാകമാണ് സാംബർ തടാകം. ഈ മേഖലയിലെ ഏറ്റവും വലിയ തടാകമായ സാംബർ തടാകം ജയ്പൂരിന് ഏകദേശം 65 കിലോമീറ്റർ പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്നു. മഴക്കാലത്ത് ഏകദേശം 225 ചതുരശ്ര കിലോമീറ്റർ വരെ വിസ്തൃതി കൈവരിക്കുന്ന ഈ തടാകം വരൾച്ചാക്കാലത്ത് ഗണ്യമായി ചുരുങ്ങുന്നു. ദിദ്വാന, സർഗോൾ, കാത്തു എന്നിവയാണ് മറ്റ് പ്രധാന തടാകങ്ങൾ. ദിദ്വാന, സർഗോള്, കാത്തു എന്നിവ രാജസ്ഥാനിലെ മറ്റു പ്രധാന തടാകങ്ങളാണ്. ഈ തടാകങ്ങളെ ഉപ്പുൽപാദനത്തിനായി വ്യാപകമായി പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഇനി 4 പിക്ചർ തന്നിട്ടുണ്ട്. അതിൽ താർ മരുഭൂമി പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന വ്യത്യസ്ത ഭൂരൂപങ്ങളാണ് ഈ 4 പിക്ചറുകളിൽ തന്നിട്ടുള്ളത്. ഇത്തരം ഭൂരൂപങ്ങൾ ഉഷ്ണ മരുഭൂമികളിൽ സാധാരണമാണ്. ശക്തമായ കാറ്റിനാൽ മണൽത്തരികൾ നീക്കം ചെയ്യപ്പെടുന്നത് ഉഷ്ണ മരുഭൂമികളിലെ പതിവ് കാഴ്ചയാണ്.
ചുഴറ്റി വീശുന്ന ശക്തമായ കാറ്റ് മരുഭൂമിയിലെ വരണ്ട മണലിനെ ഇളക്കി മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നു. ശക്തമായ കാറ്റിനാൽ മണൽത്തരികൾ നീക്കം ചെയ്യപ്പെടുന്നത് ഉഷ്ണമരുഭൂമിയിലെ പതിവ് കാഴ്ചയാണ്. ചുഴറ്റി വീശുന്ന ശക്തമായ കാറ്റ് മരുഭൂമിയിലെ വരണ്ട മണലിനെ ഇളക്കി മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നു. ഇത്തരത്തിൽ കാറ്റിലൂടെ മണൽത്തരികൾ നീക്കം ചെയ്യുന്ന അപരദന പ്രക്രിയയാണ് അപവഹനം. കാറ്റിലൂടെ മണൽത്തരികൾ നീക്കം ചെയ്യപ്പെടുന്ന അപരദന പ്രക്രിയ അറിയപ്പെടുന്നതാണ് അപവഹനം അഥവാ ഡിഫ്ലേഷൻ. ഒരേ ദിശയിൽ ശക്തമായി കാറ്റ് വീശുമ്പോൾ അപവഹന പ്രക്രിയയിലൂടെ ആഴം കുറഞ്ഞ ഗർത്തങ്ങൾ രൂപപ്പെടാറുണ്ട്. അവയാണ് അപവഹന ഗർത്തങ്ങൾ അഥവാ ഡിഫ്ലേഷൻ ഹോളോസ്. തുടർച്ചയായി സംഭവിക്കുന്ന അപവഹന പ്രക്രിയയുടെ ഫലമായി കാലക്രമേണ ശിലകളിൽ ഗുഹകളും രൂപപ്പെടാറുണ്ട്. ഇനി ശക്തമായി വീശുന്ന കാറ്റ് വഹിച്ചുകൊണ്ടുവരുന്ന മണൽത്തരികളും മറ്റു ശിലാപദാർത്ഥങ്ങളും മരുഭൂമിയിൽ ഉയർന്നു നിൽക്കുന്ന ശിലകളിൽ ശക്തമായി ഉരസുന്നു. ഇത്തരത്തിൽ ശിലകൾക്ക് തേയ്മാനമുണ്ടാകുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന തേയ്മാനമുണ്ടാക്കുന്ന അപരദന പ്രക്രിയയെ അപഘർഷണം എന്ന് വിളിക്കുന്നു. തേയ്മാനമുണ്ടാക്കുന്ന അപരദന പ്രക്രിയയാണ് അപഘർഷണം. കാറ്റിന് ശിലാപദാർത്ഥങ്ങളെ വലുപ്പത്തിനനുസരിച്ച് ഒരു നിശ്ചിത ഉയരം വരെ മാത്രമേ ഉയർത്താൻ കഴിയൂ. അതിനാൽ മരുഭൂമികളിലെ ശിലകളിൽ അപഘർഷണ തീവ്രത ഒരു നിശ്ചിത ഉയരം വരെ കൂടുതലായിരിക്കും. അപഘർഷണ തീവ്രത കൂടിയ ഭാഗങ്ങളിൽ കൂടുതൽ തേയ്മാനം സംഭവിക്കുന്നതിനാൽ കൂൺ സമാനമായ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. അപ്പോൾ ഇങ്ങനെ സൃഷ്ടിക്കപ്പെടുന്ന കൂൺ സമാനമായ ഭൂരൂപങ്ങളെ കൂൺശിലകൾ എന്ന് വിളിക്കുന്നു. അപ്പം നമുക്ക് നോക്കാം. കൂൺശിലകൾ രൂപപ്പെടുന്നത് അപഘർഷണ തീവ്രത കൂടിയ ഭാഗങ്ങളിൽ കൂടുതൽ തേയ്മാനം സംഭവിക്കുമ്പോഴാണ് കൂൺശിലകൾ രൂപപ്പെടുന്നത്. ദീർഘകാലത്തെ അപരദന പ്രക്രിയയിലൂടെ ഇത്തരം ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. കാലാന്തരത്തിൽ കൂൺശിലകൾ കൂടുതൽ തേയ്മാനത്തിന് വിധേയമായി വ്യത്യസ്ത ആകൃതികൾ കൈവരിക്കുകയും ചെയ്യുന്നു. കാറ്റ് അതിൻ്റെ വേഗത്തിനനുസരിച്ച് വ്യത്യസ്ത വലുപ്പത്തിലുള്ള മണൽത്തരികളെ തരംതിരിച്ച് നീക്കം ചെയ്യപ്പെടുന്നു. ഇങ്ങനെ നീക്കം ചെയ്യപ്പെടുന്ന മണൽത്തരികൾ കാറ്റിൻ്റെ വേഗത കുറയുമ്പോഴോ കാറ്റിൻ്റെ സഞ്ചാരത്തിന് തടസ്സമുണ്ടാകുമ്പോഴോ താഴേക്ക് വീഴുന്നു. ഇത്തരത്തിൽ നിക്ഷേപിക്കപ്പെടുന്ന മണൽത്തരികൾ കുന്നുകൂടി പല ആകൃതിയിലും വലുപ്പത്തിലുമുള്ള നിക്ഷേപണ ഭൂരൂപങ്ങൾ രൂപപ്പെടുന്നു. ഇവയാണ് മണൽമേടുകൾ. അപ്പം മരുഭൂമിയിൽ കാണപ്പെടുന്ന മണൽമേടുകൾ എന്ന് പറയുന്നത് നിക്ഷേപണ ഭൂരൂപത്തിൻ്റെ എക്സാമ്പിളായിട്ടാണ് വരുന്നത്. ഇനി മരുഭൂമിയിൽ വിവിധ ആകൃതിയിലും വലുപ്പത്തിലുമുള്ള മണൽമേടുകൾ രൂപപ്പെടാറുണ്ട്. കാറ്റിൻ്റെ നിക്ഷേപണ പ്രക്രിയയാൽ കുന്നുകൂടുന്ന അയഞ്ഞ മണൽക്കൂനകളാണിവ. താർ മരുഭൂമിയിൽ രൂപപ്പെടുന്ന വിവിധ തരം മണൽമേടുകളെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ബർക്കൻസ് എന്ന് പറയുന്നത് ചന്ദ്രക്കലയുടെ ആകൃതിയിലുള്ള മണൽമേടുകളാണ്. ബർക്കൻസ് ചന്ദ്രക്കലയുടെ ആകൃതിയിലുള്ള മണൽമേടുകൾ. പിന്നെ പാരാബോളിക് ആയിട്ടുള്ള മണൽമേടുകളുണ്ട്, സീഫുകളുണ്ട്, അനുദൈർഘ്യ മണൽമേടുകളുണ്ട്, രേഖീയ മണൽമേടുകളുണ്ട്, വിലങ്ങൻ മണൽമേടുകളുണ്ട്. കാറ്റിൻ്റെ ദിശ, വേഗത എന്നിവക്കനുസരിച്ച് മണൽമേടുകൾക്ക് സ്ഥാനമാറ്റം സംഭവിക്കാറുണ്ട്. മരുഭൂമി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തെളിയുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത് വരണ്ട് കിടക്കുന്ന ഒരു മണൽ പ്രദേശമാണ്. എന്നാൽ മരുഭൂമികളുടെ ചില ഭാഗങ്ങളിൽ ഫലഭൂയിഷ്ഠമായ കൃഷിയിടങ്ങളും രൂപപ്പെടാറുണ്ട്. ഇനി എന്താണ് മരുപ്പച്ചകൾ എന്ന് നോക്കാം. മരുഭൂമി പ്രദേശത്ത് ശുദ്ധജല സ്രോതസ്സിലൂടെ രൂപപ്പെടുന്ന ഫലഭൂയിഷ്ഠമായ പ്രദേശത്തെ മരുപ്പച്ചകൾ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്.
മരുഭൂമി പ്രദേശത്തെ ശുദ്ധജല സ്രോതസ്സിലൂടെ രൂപപ്പെടുന്ന ഫലഭൂയിഷ്ഠമായ പ്രദേശമാണ് മരുപ്പച്ച. പ്രകൃതിദത്ത നീരുറവകളാലോ അല്ലെങ്കിൽ മറ്റ് ഭൂഗർഭ ജലസ്രോതസ്സുകളാലോ ആണ് മരുപ്പച്ചകൾ രൂപപ്പെടുന്നത്. ഇവ ഓരോന്നും വലുപ്പത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. പരുത്തി, നാരക ഇനത്തിലുള്ള സസ്യങ്ങൾ, പഴവർഗ്ഗങ്ങൾ, ഗോതമ്പ്, ചോളം എന്നിവ സാധാരണയായി മരുപ്പച്ചകളിൽ കൃഷി ചെയ്യാറുണ്ട്. അപ്പോൾ മരുപ്പച്ചകളിൽ ചെയ്യുന്ന കൃഷികളാണ് പരുത്തി, ചോളം, നാരക ഇനത്തിലുള്ള സസ്യങ്ങൾ, പഴവർഗ്ഗങ്ങൾ, ഗോതമ്പ് ഇവയൊക്കെ. ഇനി മരുഭൂമിയിലെ കാലാവസ്ഥ എന്ന് പറയുന്നത് വേനൽക്കാലത്ത് കടുത്ത വരൾച്ചയും ജലക്ഷാമവും മരുഭൂമിയിൽ അനുഭവപ്പെടാറുണ്ട്. മാർച്ച് മാസത്തോടെ താർ മരുഭൂമിയിൽ വേനൽക്കാലം ആരംഭിക്കുന്നു. വേനൽക്കാലം ചുട്ടുപൊള്ളുന്നതും വരണ്ടതുമാണ്. പടിഞ്ഞാറൻ രാജസ്ഥാനിലെ ബിക്കാനീർ, ജയ്സാൽമീർ എന്നിവിടങ്ങളിൽ കൂടിയ ദൈനിക താപനില 40 ഡിഗ്രി മുതൽ 45 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുന്നു. മാർച്ച് മാസത്തോടെയാണ് താർ മരുഭൂമിയിൽ വേനൽക്കാലം ആരംഭിക്കുന്നത്. വേനൽക്കാലം എന്ന് പറയുന്നത് ചുട്ടുപൊള്ളുന്നതാണ്, അതുപോലെ വരണ്ടതാണ്. പടിഞ്ഞാറൻ രാജസ്ഥാനിലെ ബിക്കാനീർ, ജയ്സാൽമീർ എന്നിവിടങ്ങളിലെ കൂടിയ ദൈനിക താപനില 40 ഡിഗ്രി മുതൽ 45 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുന്നു. ഈ കാലയളവിൽ അന്തരീക്ഷ ആർദ്രത തീരെ കുറവാണ്. ലൂ എന്ന ഉഷ്ണക്കാറ്റും പൊടിക്കാറ്റും വേനൽക്കാലത്തിൻ്റെ പ്രത്യേകതകളാണ്. ലൂ എന്ന ഉഷ്ണക്കാറ്റും പൊടിക്കാറ്റും വേനൽക്കാലത്തിൻ്റെ പ്രത്യേകതയാണ്. ജൂൺ മാസത്തോടെ വേനൽക്കാലം അവസാനിക്കുന്നു. ജൂൺ മാസത്തോടെ വേനൽക്കാലം താർ മരുഭൂമിയിൽ അവസാനിക്കുന്നു. പിന്നെ ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ താർ മരുഭൂമിയിൽ മഴക്കാലമാണ്. ജൂലൈ ടു സെപ്റ്റംബർ. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ മഴയ്ക്ക് കാരണമാകുന്നുണ്ടെങ്കിലും താരതമ്യേന വളരെ കുറഞ്ഞ വാർഷിക മഴയാണ് ഇവിടെ ലഭിക്കുന്നത്. ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൽ നിന്ന് വളരെ കുറഞ്ഞ വാർഷിക മഴയാണ് താർ മരുഭൂമിയിൽ ലഭിക്കുന്നത്. ആരവല്ലി നിരകളുടെ കിഴക്ക് ഏകദേശം 76.2 സെൻറ്റിമീറ്റർ വാർഷിക മഴ ലഭിക്കുന്നുണ്ട്. ആരവല്ലിയുടെ കിഴക്ക് ലഭിക്കുന്നത് 76.2 സെൻറ്റിമീറ്റർ വാർഷിക മഴയാണ്. പടിഞ്ഞാറ് താർ മരുഭൂമി പ്രദേശങ്ങളിൽ ലഭിക്കുന്ന വാർഷിക മഴ 25 സെൻറ്റിമീറ്ററിൽ കുറവാണ്. എന്നാൽ താർ മരുഭൂമിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ലഭിക്കുന്ന വാർഷിക മഴ എന്ന് പറയുന്നത് 25 സെൻറ്റിമീറ്ററിൽ കുറവാണ്. മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലമായ ഒക്ടോബർ, നവംബർ മാസങ്ങളിലെ രാജസ്ഥാനിലെ മഴ ഗണ്യമായി കുറയുന്നു. താർ മരുഭൂമിയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും ഈ കാലയളവിൽ മഴ തീരെ ലഭിക്കുന്നില്ല. അപ്പോൾ വടക്ക് കിഴക്കൻ മൺസൂണ് അഥവാ ഒക്ടോബർ, നവംബർ മാസങ്ങളിലെ മൺസൂണിൽ നിന്ന് രാജസ്ഥാനിലെ മഴ തീരെ കുറവായിട്ടാണ് ലഭിക്കുന്നത്. ഡിസംബർ മാസത്തോടെ താർ മരുഭൂമിയിലെ ശൈത്യകാലം ആരംഭിക്കുകയാണ്. ഈ കാലയളവിൽ ശരാശരി കുറഞ്ഞ താപനില 5 ഡിഗ്രി സെൽഷ്യസും 10 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിരിക്കും. അപ്പോൾ ശൈത്യകാലത്ത് രാജസ്ഥാനിലെ താപനില എന്ന് പറയുന്നത് 5 ഡിഗ്രി സെൽഷ്യസിനും 10 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലാണ്. തെളിഞ്ഞ ആകാശം, താഴ്ന്ന അന്തരീക്ഷ ഊഷ്മാവ്, കുറഞ്ഞ ആർദ്രത, ഇളം കാറ്റ് എന്നിവ ശൈത്യകാലത്തിൻ്റെ പ്രത്യേകതകളാണ്. ജനുവരിയിൽ ഇവിടെ അതിശൈത്യം അനുഭവപ്പെടും. അപ്പോൾ രാജസ്ഥാനിൽ അല്ലെങ്കിൽ മരുഭൂമി പ്രദേശങ്ങളിൽ അതിശൈത്യം അനുഭവപ്പെടുന്നത് ജനുവരി മാസങ്ങളിലാണ്. ബിക്കാനീർ, ചുരു, സിക്കാർ തുടങ്ങിയ പ്രദേശങ്ങളിൽ രാത്രി താപനില പലപ്പോഴും 0 ഡിഗ്രി സെൽഷ്യസിലും താഴെയായിരിക്കും. ബിക്കാനീർ, ചുരു, സിക്കാർ എന്നീ പ്രദേശങ്ങളിൽ ഫെബ്രുവരി മാസത്തോടെ ശൈത്യകാലം അവസാനിക്കുകയും ചെയ്യുന്നു. ഇനി മരുഭൂമിയിലെ മണ്ണ്, താർ മരുഭൂമി മേഖലയിലെ മണ്ണിനത്തെക്കുറിച്ചാണ് പറയുന്നത്. മരുഭൂമി മണ്ണ് അഥവാ വരണ്ട മണ്ണ്. താർ മരുഭൂമിയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും അതിവിശാലമായ മണൽപ്പരപ്പുകളാണ്. എന്നാൽ ചില സ്ഥലങ്ങളിൽ മണൽ നിറഞ്ഞ മണ്ണും കാണപ്പെടുന്നുണ്ട്. മരുഭൂമി മണ്ണ് അഥവാ വരണ്ട മണ്ണ് എന്നാണ് ഈ മണ്ണിനം അറിയപ്പെടുന്നത്.
പ്രധാനമായും തവിട്ട് നിറവും മണൽ ഘടനയുമുള്ളതാണ് മരുഭൂമി മണ്ണ്. അപ്പം മരുഭൂമി മണ്ണിൻ്റെ കളറ് എന്ന് പറയുന്നത് തവിട്ട് നിറാണ്. അതിന് മണൽ ഘടനയാണ് ഉള്ളത്. ഉയർന്ന താപനിലയും വരണ്ട കാലാവസ്ഥയും ഉള്ളതിനാൽ ബാഷ്പീകരണ പ്രക്രിയ വേഗത്തിൽ നടക്കുന്നു. ഉയർന്ന താപനില, വരണ്ട കാലാവസ്ഥ ആയതിനാൽ ബാഷ്പീകരണ തോത് കൂടുതലാണ്. അതിനാൽ ഈ മണ്ണിലെ ലവണാംശം വളരെ കൂടുതലാണ്. ഇവിടെ മഴ കുറവായതിനാൽ മണ്ണ് ക്ഷാരഗുണമുള്ളതാണ്. പൊതുവെ ഈ മണ്ണ് ഭൂരിഭാഗം വിളകൾക്കും അനുയോജ്യമല്ല. എന്നാൽ വേണ്ടത്ര അളവിൽ നന കിട്ടിയാൽ പലയിടങ്ങളിലും ഈ മണ്ണിനും ഇവിടുത്തെ കാലാവസ്ഥക്കും അനുയോജ്യമായ വിളകൾ കൃഷി ചെയ്യാവുന്നതാണ്. അപ്പം മരുഭൂമി മണ്ണ് എന്ന് പറയുന്നത് ലവണാംശം വളരെ കൂടുതലാണ്. മഴ കുറവായതിനാൽ മണ്ണ് ക്ഷാരഗുണമുള്ളതാണ്. ഭൂരിഭാഗം വിളകൾക്കും അനുയോജ്യമല്ല. എന്നാൽ വേണ്ടത്ര അളവിൽ നന കിട്ടിയാൽ ഈ കാലാവസ്ഥക്ക് അനുയോജ്യമായ വിളകളൊക്കെ ഈ മണ്ണിൽ ചെയ്യാവുന്നതാണ്. ഇനി ഇവിടുത്തെ സസ്യജാലങ്ങൾ, മരുഭൂമിയിലെ സസ്യജാലങ്ങൾ മാംസളമായ കാണ്ഡത്തോട് കൂടിയതും ഇല തീരെ ഇല്ലാത്തതുമായ മുള്ളുകൾ നിറഞ്ഞ കള്ളിമുൾ ചെടികളാണ് ഈ ഒരു ഭാഗത്ത് കാണപ്പെടുന്നത്. മുൾച്ചെടികളും കുറ്റിക്കാടുകളും താർ മരുഭൂമിയിൽ പൊതുവെ വളരുന്ന സസ്യങ്ങളാണ്. മുൾച്ചെടികൾ, കുറ്റിക്കാടുകൾ. വരൾച്ചനെ പ്രതിരോധിക്കാൻ കഴിയുന്ന ഗം, അറബിക് അക്കേഷ്യ യൂഫോർബിയ തുടങ്ങിയ സസ്യങ്ങൾ ഈ ഭൂപ്രകൃതിയിൽ പ്രത്യേകിച്ച് കിഴക്കൻ കുന്നുകളിൽ വളരുന്നുണ്ട്. ഇനി മരുഭൂമിയിലെ ജന്തുജാലങ്ങൾ. മരുഭൂമിയിലെ കപ്പൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒട്ടകങ്ങളാണ് ഈ പ്രദേശത്തെ ജന്തുജാലങ്ങളിൽ പ്രധാനം. താറ് നിരവധി ഇനം പക്ഷികളുടെയും ഉരഗങ്ങളുടെയും വന്യമൃഗങ്ങളുടെയും ആവാസ കേന്ദ്രമാണ്. താർ മരുഭൂമി നിരവധി ഇനം പക്ഷികളുടെ, ഉരഗങ്ങളുടെ, വന്യമൃഗങ്ങളുടെ ആവാസ കേന്ദ്രമാണ്. ഇവിടുത്തെ മൃഗങ്ങളും സസ്യങ്ങളും താർ മരുഭൂമിയിലെ കാലാവസ്ഥയെ അതിജീവിക്കാൻ പ്രാപ്തമായവയാണ്. നിരവധി ഇനം ഉരഗങ്ങൾ, തേളുകൾ, കീരി, ചുവന്ന കുറുക്കൻ, ചിങ്കാരമാന്, ഫാൽക്കൺ, പുള്ളിപ്പരുന്ത് എന്നിവ താർ മരുഭൂമിയിലെ ജീവികളിൽ ഉൾപ്പെടുന്നു. അപ്പോൾ ഏതൊക്കെ ജീവികളാണ് താർ മരുഭൂമിയിൽ നോക്കാം. ഉരഗങ്ങൾ, തേളുകൾ, കീരി, ചുവന്ന കുറുക്കൻ, ചിങ്കാരമാന്, ഫാൽക്കൺ, പുള്ളിപ്പരുന്ത്. ഇനി ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങളിൽ വേഗത്തിൽ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ ബസ്റ്റാർഡ്, ബ്ലാക്ക് ബക്ക്, കാട്ടുപൂച്ച എന്നിവയും ഇവിടെ കാണപ്പെടുന്നു. അപ്പോൾ ഇന്ത്യൻ ബസ്റ്റാർഡ്, ബ്ലാക്ക് ബക്ക്, കാട്ടുപൂച്ച ഇതൊക്കെ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലൊക്കെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഇവയും നമുക്ക് താർ മരുഭൂമിയിൽ കാണാൻ കഴിയും. ഇനി മണൽപ്പരപ്പിലെ ജനജീവിതമാണ് നോക്കുന്നത്. ജനസംഖ്യ വളരെ ശുഷ്കമായ പ്രദേശമാണ് താർ മരുഭൂമി. താർ മരുഭൂമിയിലെ മിക്കവാറും പ്രദേശങ്ങളിൽ ജനജീവിതം ദുഷ്കരമാണ്. ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങൾ അനുഗുണമായ പ്രദേശങ്ങളിൽ മാത്രമാണ് ജനവാസമുള്ളത്. അപ്പോൾ സാധാരണ ജനസംഖ്യ വളരെ കുറഞ്ഞ, ജനജീവിതം വളരെ ദുഷ്കരമായ പ്രദേശമാണ് മരുഭൂമി പ്രദേശം. ഇവിടെ ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങൾ അനുഗുണമായ പ്രദേശങ്ങളിൽ മാത്രമാണ് ജനവാസമുള്ളത്. കൂടുതൽ ജനങ്ങളും വസിക്കുന്നത് ഗ്രാമങ്ങളിലാണ്. വരൾച്ചയേറുമ്പോൾ പല ജനവിഭാഗങ്ങൾ നാടോടികളായി അനുകൂല സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന മറ്റു പ്രദേശങ്ങളിലേക്ക് മാറി താമസിക്കാറുണ്ട്. ഇനി കൃഷി. പൊതുവെ വരണ്ട കാലാവസ്ഥ അനുഭവപ്പെടുന്ന രാജസ്ഥാൻ മരുഭൂമി പ്രദേശത്ത് കൃഷിക്കനുയോജ്യമായ സാഹചര്യങ്ങളില്ല. വളർച്ചയ്ക്ക് ജലം വളരെ മിതമായ അളവിൽ മാത്രം ആവശ്യമുള്ള വിളകളാണ് കൂടുതലും കൃഷി ചെയ്യുന്നത്. എന്നാൽ ജലസേചന സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി സാധ്യമായ സ്ഥലങ്ങളിൽ വാണിജ്യാടിസ്ഥാനത്തിൽ പോലും പല വിളകൾ കൃഷി ചെയ്യുന്നു. ബജ്റ, ജോവർ, ഗോതമ്പ്, ചോളം, തിനവർഗം, നിലക്കടല, പരുത്തി എന്നിവയൊക്കെ പ്രധാന കാർഷിക വിളകളാണ്.
ബജ്ര, ജോവർ, ഗോതമ്പ്, ചോളം, തിനവർഗ്ഗങ്ങൾ, നിലക്കടല, പരുത്തി ഇതൊക്കെയാണ് രാജസ്ഥാനിലെ പ്രധാന കാർഷിക വിളകൾ. ഇനി ജലസേചനത്തിന് ഏറെ പ്രാധാന്യമുള്ള ഈ മേഖലയിലെ പ്രധാന ജലസേചന പദ്ധതി ഇന്ദിരാഗാന്ധി കനാൽ പദ്ധതി. ഇനി എന്താണ് ഇന്ദിരാഗാന്ധി കനാൽ പദ്ധതി എന്ന് നോക്കാം. ഇന്ദിരാഗാന്ധി കനാൽ രാജസ്ഥാനിലെ താർ മരുഭൂമിയുടെ ജലസേചനത്തിനായാണ് ഇന്ദിരാഗാന്ധി കനാൽ പദ്ധതി നിർമ്മിച്ചിരിക്കുന്നത്. രാജസ്ഥാൻ കനാൽ എന്ന് അറിയപ്പെടുന്ന ഈ പദ്ധതിക്ക് മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയോടുള്ള ആദരസൂചകമായി ഇന്ദിരാഗാന്ധി കനാൽ എന്ന് പുനർനാമകരണം ചെയ്തു. ഇന്ദിരാഗാന്ധി കനാലിൻ്റെ ആദ്യത്തെ പേര് രാജസ്ഥാൻ കനാൽ എന്നായിരുന്നു. പഞ്ചാബിലെ ഹരിക്കെ ബാരേജിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഇന്ദിരാഗാന്ധി കനാൽ ഉത്ഭവിക്കുന്നത് പഞ്ചാബിലെ ഹരിക്കെ ബാരേജിൽ നിന്നാണ്. ഈ ഇന്ദിരാഗാന്ധി കനാൽ ശ്രീഗംഗാനഗർ, ബിക്കാനീർ, ജയ്സാൽമീർ എന്നിവിടങ്ങളിൽ ജലം വിതരണം ചെയ്യുന്നു. ഇന്ദിരാഗാന്ധി കനാൽ പടിഞ്ഞാറൻ രാജസ്ഥാനിലെ 8 ജില്ലകളിൽ കുടിവെള്ളം നൽകുന്നു. ഈ പദ്ധതിയിലൂടെ കാർഷിക ഉൽപ്പാദനം ഗണ്യമായി വർദ്ധിച്ചു. അതുപോലെ കൃഷിയുമായി ബന്ധപ്പെട്ട വ്യവസായങ്ങൾ അഭിവൃദ്ധിപ്പെട്ടു. തീറ്റപ്പുല്ല് ലഭ്യത സംസ്ഥാനത്തിൻ്റെ മൃഗപരിപാലനത്തിന് മുതൽക്കൂട്ടായി. ഇനി താർ മരുഭൂമിയിലെ മറ്റൊരു ഉപജീവന മാർഗമാണ് മൃഗങ്ങളെ വളർത്തുക എന്നുള്ളത്. മരുഭൂമിയിലെ മിക്കവാറും പ്രദേശങ്ങൾ വരണ്ടതോ അർദ്ധവരണ്ടതോ ആയതിനാൽ കൃഷി വളരെ കുറച്ച് പ്രദേശങ്ങളിൽ മാത്രമായി ചുരുങ്ങുന്നു. അതിനാൽ മൃഗപരിപാലനം തൊഴിലാക്കുന്നവരാണ് ഏറെയും. രാജ്യത്തിൻ്റെ ആകെ കന്നുകാലി സമ്പത്തിൻ്റെ 10% രാജസ്ഥാനിലാണ്. ഇവിടെ കാണപ്പെടുന്ന കന്നുകാലി വർഗ്ഗങ്ങളാണ് ആട്, എരുമ, ചെമ്മരിയാട്, പശു, ഒട്ടകം. ആട്, എരുമ, ചെമ്മരിയാട്, പശു, ഒട്ടകം. ഇനി ഖനനം. കേരളത്തിൽ ഉപയോഗിക്കുന്ന മാർബിൾ ശേഖരത്തിൻ്റെ നല്ലൊരു പങ്കും രാജസ്ഥാൻ മരുഭൂമിയാണ്. രാജസ്ഥാനിലെ മക്രാന മാർബിൾ ലോകപ്രശസ്തമാണ്. രാജസ്ഥാനിലെ മക്രാന മാർബിൾ എന്നത് ലോകപ്രശസ്തമാണ്. ഓരോ വർഷവും അനേകം മെട്രിക് ടൺ മാർബിൾ ഇവിടെ ഖനനം ചെയ്യുന്നു. ലെഡ്, സിങ്ക്, വെള്ളി, ചെമ്പ്, ടങ്സ്റ്റൺ, മാംഗനീസ്, ഇരുമ്പ്, ജിപ്സം, ലിഗ്നൈറ്റ്, ചുണ്ണാമ്പുകല്ല് തുടങ്ങിയ ധാതുക്കളുടെ ശേഖരം ഇവിടെ ഉണ്ട്. അപ്പോൾ രാജസ്ഥാനിലുള്ളതാണ് ലെഡ്, സിങ്ക്, ചെമ്പ്, വെള്ളി, ടങ്സ്റ്റൺ, മാംഗനീസ്, ഇരുമ്പ്, ജിപ്സം, ലിഗ്നൈറ്റ്, ചുണ്ണാമ്പുകല്ല്. ഇനി താജ്മഹൽ. ലോകാത്ഭുതമായ താജ്മഹൽ നിർമ്മിച്ചിരിക്കുന്നത് രാജസ്ഥാനിൽ നിന്നുള്ള മക്രാന മാർബിൾ കൊണ്ടാണ്. കരകൗശല വ്യവസായം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. രാജസ്ഥാനിലെ വിശാലമായ മരുഭൂമി ഒരു വരണ്ട പ്രദേശമാണ് എന്നതിനപ്പുറം ഇവിടുത്തെ പല ഗ്രാമങ്ങളും മനോഹരമായ കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്ന വിദഗ്ധ തൊഴിലാളികളെ കൊണ്ട് സമ്പന്നവുമാണ്. തുകൽ ഉൽപ്പന്നങ്ങൾക്ക് പ്രസിദ്ധമായ ഇവിടെ ഒട്ടകങ്ങളുടെ തോൽ ഉപയോഗിച്ച് ലാമ്പ് ഷേഡുകൾ, പൗച്ച്, പാദരക്ഷ എന്നിങ്ങനെ നിരവധി ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. ഇനി രാജസ്ഥാൻ എന്ന് പറയുന്നത് ശക്തമായി കാറ്റ് വീശുന്ന ഒരു ഏരിയയാണ്. ഈ ഭാഗത്ത് കാറ്റാടി യന്ത്രങ്ങൾ ഒരുപാട് കാണാൻ കഴിയും. വൈദ്യുതി ഉൽപ്പാദനത്തിന് ഇത്തരത്തിലുള്ള ധാരാളം കാറ്റാടി പാടങ്ങൾ താർ മരുഭൂമിയിലെ പലയിടങ്ങളിലും സ്ഥാപിച്ചിട്ടുണ്ട്. സോളാർ പാനൽ ഉപയോഗിച്ചും താർ മരുഭൂമിയിൽ വൻതോതിൽ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നു. ഉപ്പ് കലർന്ന ജലം ശുദ്ധിയാക്കാനാണ് ഈ ഊർജം കൂടുതലായും പ്രയോജനപ്പെടുത്തുന്നത്. ഇനി ഉപ്പ് കലർന്ന ജലം ശുദ്ധിയാക്കാൻ വേണ്ടിയിട്ടാണ് താർ മരുഭൂമിയിൽ ഊർജം കൂടുതലായും പ്രയോജനപ്പെടുത്തുന്നത്. താർ മരുഭൂമിയിലെ വിനോദസഞ്ചാരം ഒരു പ്രധാന വരുമാന സ്രോതസ്സാണ്. വിനോദസഞ്ചാരം എന്നുള്ളത് താർ മരുഭൂമിയിൽ ഒരു പ്രധാന വരുമാന സ്രോതസ്സാണ്. ഇവിടുത്തെ ദേശീയോദ്യാനം നിരവധി സന്ദർശകരെ ആകർഷിക്കുന്നു. ഹവാമഹൽ, അജ്മീർ ഫോർട്ട്, ദിൽവാര ജൈൻ ക്ഷേത്രം, റണക്പൂർ ജൈൻ ക്ഷേത്രം തുടങ്ങിയ പ്രധാന ആകർഷണീയ കേന്ദ്രങ്ങളാണ്. ഹവാമഹൽ, അജ്മീർ ഫോർട്ട്, ദിൽവാര ജൈൻ ക്ഷേത്രം, റണക്പൂർ ജൈൻ ക്ഷേത്രം ഇതൊക്കെയാണ്
രാജസ്ഥാനിലെ പ്രധാന ആകർഷണീയ കേന്ദ്രങ്ങൾ. താർ മരുഭൂമിയിലെ പ്രധാന ആകർഷണീയ കേന്ദ്രങ്ങൾ. മരുഭൂമിയിലെ ടൂറിസം പ്രദേശവാസികൾക്ക് ധാരാളം തൊഴിലവസരങ്ങൾ നൽകുന്നു. ഒട്ടകപ്പുറത്ത് പ്രാദേശിക ഗൈഡുകളുമായി വിനോദസഞ്ചാരികൾ സവാരി നടത്തുന്നത് ഇവിടുത്തെ താർ മരുഭൂമിയിലെ സ്ഥിരം കാഴ്ചയാണ്. താർ മരുഭൂമിയിലെ അതിരൂക്ഷമായ താപനിലയും അന്തരീക്ഷാവസ്ഥയും മനുഷ്യരുടെയും മൃഗങ്ങളുടെയും സസ്യങ്ങളുടെയും അതിജീവനം ഒരുപോലെ ദുസ്സഹമാക്കുന്നു. താപനില വേനൽക്കാലത്ത് 50°C വരെ ഉയരുന്നു. വൻതോതിൽ ജലക്ഷാമത്തിന് ഇടയാക്കുന്നതിനോടൊപ്പം മഴയുടെ അഭാവം, ശക്തമായ കാറ്റ് എന്നിവ ഇവിടങ്ങളിലെ ജനജീവിതം വെല്ലുവിളികൾ നിറഞ്ഞതാക്കുന്നു. മികച്ച ഒരു റോഡ് ശൃംഖല മരുഭൂമിയിൽ സാധ്യമാകുന്നില്ല. കടുത്ത ചൂടിൽ ടാർ ഉരുകുകയും പലപ്പോഴും റോഡുകൾക്ക് കുറുകെ ശക്തമായ മണൽക്കാറ്റ് വീശുകയും ചെയ്യുന്നത് ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്നു. വാർത്താവിനിമയ സൗകര്യങ്ങളും ഇവിടെ അപര്യാപ്തമാണ്. ഇത്തരത്തിൽ നിരവധി പ്രതികൂല സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഒരു ജനവിഭാഗം പ്രകൃതിയോടിണങ്ങി അതിജീവനം സാധ്യമാക്കുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും. മരുഭൂമികളെ അപേക്ഷിച്ച് പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമായ നമ്മുടെ കേരളത്തിൽ പ്രകൃതിയെയും പ്രകൃതി വിഭവങ്ങളെയും സംരക്ഷിച്ചുകൊണ്ടുള്ള ജനജീവിതമാണ് ഏറെ സുസ്ഥിരം എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ അധ്യായം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്. അപ്പോൾ മെയിനായിട്ടും താർ മരുഭൂമിയിലെ ജനജീവിതം, അവിടുത്തെ മണ്ണ്, ഭൂപ്രകൃതി, അതുപോലെ കാലാവസ്ഥ, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തത്. അപ്പോൾ PSC എക്സാമിന് ഈ ചാപ്റ്റർ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. കൂടുതൽ SCERT വീഡിയോകൾക്കായിട്ട് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്